ഈ മുകളിൽ കാണുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് കറന്റ് ഡസ് നോട്ട് ഡിക്രീസ് ആസ് ഇറ്റ് പാസ് ത്രൂ റെസിസ്റ്റർ ഇൻ സീരീസ്. അതായത് എന്താണ്, ഒരു സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിൽ ഇപ്പം ഇവിടെ I എന്ന് പറയുന്ന കറന്റ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് വെക്കുക. ഇവിടെ എന്താണ്, രണ്ട് റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും എന്താണ്, ഇവിടെ കറന്റിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ടു ഇംപീഡ് ദ ഫ്ലോ ഓഫ് കറന്റ്. അതായത് ഇംപീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കറന്റ് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലോനെ ജസ്റ്റ് തടസ്സപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ എന്താണ് റെസിസ്റ്ററിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സപ്പോസ് ഇങ്ങനെ ഒരു ഓസിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം സാധാരണഗതിയിൽ വെള്ളം പോകുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ജസ്റ്റ് വെറുതെ ഒരു കറന്റ് തിരിവിന് കൈ ഇങ്ങനെ വെക്കുമ്പോൾ പോകുന്നത്. അതായത് ആദ്യം എത്രത്തോളം പോയിരുന്നോ വെള്ളം അതേപോലെ ആയിരിക്കില്ല പിന്നെ നമ്മൾ കൈ വെച്ചതിന് ശേഷം പോവുക, അല്ലേ? പക്ഷെ എന്താണ്, പോകുന്ന ഫോഴ്സിന് അല്ലെങ്കിൽ ഇവിടെ പ്രഷർ ജസ്റ്റ് കൂടാ എന്നല്ലാണ്ട് വേറൊരു തേങ്ങയും സംഭവിക്കുന്നില്ല. അതായത് ഈ പറയുന്ന ടാങ്കിൽ വെള്ളം തീരാത്ത പക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന ഓസിന് വേറെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഇല്ലാത്ത പക്ഷം ഇതിൽ കൂടെ എന്താണ് വെള്ളം പോകും. അപ്പോഴും എന്താണ്, വെള്ളം പോകുന്നതിൽ തടസ്സം ഉണ്ടാക്കുക എന്നല്ലാതെ വെള്ളം പോകാതെ നിൽക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഓസിന്റെ മുകളിൽ കൈ വെക്കുന്ന പോലെ തന്നെയാണ് ഒരു സർക്യൂട്ടിൽ കൊണ്ടുപോയി 1, 2, 3, 4 റെസിസ്റ്റർ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും I എന്ന് പറയുന്ന കറന്റ് എത്ര കറന്റ് ആയാലും, ഇപ്പൊ സപ്പോസ് ഞാനിവിടെ 2 ആംപിയർ കറന്റ് ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പോകുന്ന കറന്റിന്റെ ഫ്ലോന്റെ ആ ഒരു ടൈം, അതായത് നമുക്കറിയാം I എന്ന് പറയുന്നത് d/dt ഓഫ് Q ആണ്. ടൈമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, ചൂടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നല്ലാതെ ഇവിടെ കറന്റിൽ എന്താണ് ഫ്ലോ ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. 2 ആംപിയർ കറന്റ് ബിന്ന് തുടങ്ങി എയിലെത്തുമ്പോൾ എന്താണ് 2 ആംപിയർ തന്നെ ആയിരിക്കും. അല്ലാണ്ട് അത് 1 ആംപിയറോ അല്ലെങ്കിൽ 1/2 ആംപിയറോ ഒന്നും ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വെള്ളം നമ്മൾ ജസ്റ്റ് ഓസിൽ കൂടെ പോകുമ്പോൾ കൈ വെക്കുക, അതേപോലെ തന്നെയാണ് റെസിസ്റ്ററിന്റെ ഫങ്ഷൻ. അല്ലാണ്ട് അതിനെ നശിപ്പിക്കുന്ന പരിപാടി റെസിസ്റ്ററിനില്ല നമ്മളെ പോലെ. ഓക്കെ, ബൈ.